നീതിമാനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയപിതാവേ, നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽക്കാലത്തിനായി ദൈവത്തിന് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ നിന്നതല്ല കർത്താവേ, അന്ന് ഞങ്ങളെ നിർത്തിയതിനെ ഓർത്ത് സ്തോത്രം. കഴിഞ്ഞ ഒരാഴ്ചക്കാലം മുഴുവൻ ഞങ്ങളെ ക്ഷേമത്തോടെ പരിപാലിച്ചതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലെ ഞങ്ങൾ വിശ്വാസത്തോടെ ഞങ്ങളുടെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ് കർത്താവേ. ഞങ്ങളുടെ ശരീരം, ഞങ്ങളുടെ മനസ്സ്, ഞങ്ങളുടെ ആത്മാവ് ഞങ്ങളുടെ സന്നിധിയിൽ എത്തിക്കുന്നുണ്ടാവും. ഞങ്ങളുടെ ഹിതമുള്ള പാത്രമാക്കി മാറ്റണമെന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്നത്തെ ശുശ്രൂഷയുടെ ആരംഭം മുതൽ അവസാനം വരെയും പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണമെന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുകയാണ്. ബുദ്ധമായ മാർമിക സത്യങ്ങൾ നിങ്ങൾക്ക് വെളിപ്പെടുത്തുകയും അത് ഞങ്ങളെ നടത്തുകയും ചെയ്യണമെന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഭാരത്തോടെ പ്രയാസത്തോടെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഭാരങ്ങളും പ്രയാസങ്ങളും മാറ്റിവെച്ച് വലിയവനാധിപത്യത്തിന്റെ കൃപയിൽ പൊതിയണമെന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള വിശുദ്ധ ദൈവകരങ്ങളെ ഏൽപ്പിക്കേണ്ട കർത്താവേ, ദൈവാത്മാവ് നിയന്ത്രിക്കണം. പ്രാർത്ഥനകൾക്കതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പ്രിയ പിതാവേ, കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. കരങ്ങളിലൂടെ പാടി നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. എല്ലാവരും അവൻ സമയം കർത്താവിനെ നന്ദിയുടെ ഹൃദയത്തോട് സ്തോത്രം ചെയ്തു. ദൈവകരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ കൊടുത്ത് കർത്താവിനെ ശ്രമിക്കും. കർത്താവിനെ മഹത്വപ്പെടുത്തും. സ്തോത്രം, സ്തോത്രം. Amen.
ഹല്ലേലൂയ. മുഖർമാന്റെ വരികൾ കൂടി ചേർന്ന് പാടിക്കരങ്ങളെ തട്ടി നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് അത്രയും നാം ഒരു ദിവസവും കടന്നു പോകുന്നത്. ആ ദൈവത്തിന്റെ കൃപയിൽ നിന്നുകൊണ്ട് തന്നെ അതിനെ സ്തുതിപ്പാൻ, ആരാധിപ്പാൻ, മഹത്വപ്പെടുത്തുവാനൊക്കെ ദൈവം നമുക്ക് ഭാഗ്യത്തെ ഒരുക്കിയതിനായി സ്തോത്രം ചെയ്തു. കരങ്ങളെ തട്ടി ചേർന്ന് അങ്ങനെ ദൈവത്തെ നമുക്ക് പാടി മഹത്വപ്പെടുത്താം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.
അനുഗ്രഹിക്കപ്പെട്ടതാണെന്നല്ല. പകൽക്കാലത്തിനായ ദൈവത്തിന് സ്തോത്രം കിടന്നുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യും. വാചനമാണല്ലോ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിനകത്ത് മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം നമുക്ക് വചനത്തിലേക്ക് തന്നെ നമ്മുടെ ദിവസത്തിൽ പറഞ്ഞു നമ്മുടെ ആത്മീക കണ്ണുകൾ തുറക്കപ്പെട്ടാൽ മാത്രമേ നമുക്ക് ചിലതൊക്കെ കാണാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. ഒരൊറ്റ ഭൗതിക വിശ്വവും ആത്മീകതയിൽ വെളിപ്പെടാതെ ഭൗതിക തലത്തിൽ വെളിപ്പെടത്തില്ല. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു, ഒരൊറ്റ ഭൗതിക വിശ്വവും ആത്മീക തലത്തിൽ വെളിപ്പെടാതെ ഭൗതിക തലത്തിൽ അത് വെളിപ്പെടത്തില്ല. അപ്പോൾ ആദ്യം വെളിപ്പെടേണ്ടത് ഭൗതിക തലത്തിൽ ആണെങ്കിൽ നാം ബലപ്പെടേണ്ടതും ആദ്യം ആത്മീകതയിലാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, മുന്നമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുകയും അതോടുകൂടെ ഇതൊക്കെ നിനക്ക് കിട്ടും. അപ്പം ആദ്യം അന്വേഷിക്കേണ്ടത് സ്വർഗത്തിലെ നിധി, സ്വർഗത്തിന്റെ വിലപ്പെട്ട വിഷയങ്ങൾ, ആത്മീയതയും എനിക്ക് എങ്ങനെ വളരാൻ പറ്റും, ആത്മീയതയും ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന ആ മുന്നോട്ടുള്ള നീക്കം എന്താണ് എന്നതിനെ കുറിച്ച് നമ്മൾ വിലയിരുത്തുകയും അതിനുവേണ്ടി പഠിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഭൗതിക വിഷയത്തിൽ ദൈവം വഴികളെ പെട്ടെന്ന് തുറന്നു തരും. കൂടെ ഉള്ളവർക്കായി സ്തോത്രം ചെയ്യും. ദാവീദ് രാജാവായത് രണ്ടാമത്. ആദ്യം താൻ ഗോലിയാത്തിനെ പരാജയപ്പെടുത്തി. അതിനു മുമ്പ് തന്റെ ആളുകളെ പിടിച്ചുകൊണ്ടുപോയ സിംഹത്തെയും കരടിയും അവൻ കൊന്നു. അതിനുശേഷമാണ് അവന് രാജകീയ പദവിയിലേക്ക് കൊണ്ടുപോയത്. നിനക്ക് കാണിച്ചു തന്നിരിക്കുന്ന വാഗ്ദത്തം വലിയതായിരിക്കാം, പക്ഷെ നീ ചിലതിനെ ഓവർകം ചെയ്തില്ലെങ്കിൽ, ജയിച്ചില്ലെങ്കിൽ നിനക്ക് അവിടെ എത്തപ്പെടാൻ പറ്റത്തില്ല. ഈ ഭൂമിയിൽ അവിടെ എത്തപ്പെടാൻ കഴിയാതെ അനേകർ പണ്ട് പോയിട്ടുണ്ട്. പക്ഷെ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ആദ്യം ആത്മിക തല വെളിപ്പെടണം. അതിനാണ് സഭ, അതിനാണ് കൂടിവരവ്, അതിനാണ് വചനം നമ്മളെ ഒരുക്കിയെടുക്കുക. സ്തോത്രം പറയാം. അവിടെ ഞാൻ പറയുന്നത്, നിങ്ങൾ വന്നിരിക്കുന്നതിൽ ഭൂരിഭാഗവും നമുക്ക് ഭൗതിക വിഷയങ്ങളുണ്ട്, മറുപടി കിട്ടാനുള്ള വിഷയങ്ങൾ ഒരുപാട് കിടപ്പുണ്ട്. അപ്പോൾ തന്നെ ആത്മീയ വിഷയത്തിൽ ബലപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഈ ദൈവത്തിന്റെ സൈക്കോളജി നമുക്ക് പെട്ടെന്ന് മനസ്സിലാകത്തില്ല. പ്രത്യേകിച്ച് യേശുവിന്റെ പറച്ചിലും യേശുവിന്റെ കാര്യങ്ങളൊന്നും പെട്ടെന്നൊന്നും മനസ്സിലാകത്തില്ല. യേശു എപ്പോഴും ഫോക്കസ് ചെയ്യുമ്പോൾ മലമുകളിൽ കയറിയിരുന്ന യേശു ക്രിസ്തു ജനത്തെ ഉപദേശിക്കുക, വചനം പറഞ്ഞുകൊണ്ടിരിക്കുക. കേട്ടോണ്ടിരുന്നു. 5000 പുരുഷന്മാരുണ്ട്, സ്ത്രീകൾ എത്ര ഉണ്ടെന്നുള്ളത് വ്യക്തമല്ല, കുഞ്ഞുങ്ങൾ എത്ര ഉള്ളത് വ്യക്തമല്ല. കേട്ടുകൊണ്ടിരുന്നു. ഇവർക്ക് ആവശ്യങ്ങൾ ഒരുപാട് ഇല്ലാഞ്ഞിട്ടാണോ? അല്ല, ഒരുപാടുണ്ട്. പക്ഷേ യേശു ക്രിസ്തു പ്രാധാന്യത കൊടുത്തത് ദൈവവചനത്തിനാണ്. ആ വചനം അവിടെ ഉള്ളിൽ കയറിയപ്പോൾ രണ്ടാമത് അവർക്ക് വേണ്ടുന്നതെല്ലാം വെളിപ്പെട്ടു. അതിൽ കുറച്ചുപേരോ ആ വിടുതൽ കിട്ടിയതിന് വേണ്ടി പുറകെ പോയി. പക്ഷെ ചിലര് കർത്താവിനോട് പറ്റിച്ചേർന്നു. ഇന്ന് പകരം നമ്മൾ പറ്റിച്ചേർന്ന കൂട്ടത്തിലായിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുക. സ്തോത്രം ചെയ്യാം. അപ്പൊ ഒന്നാമത് ആത്മാവിൽ കാണണമെങ്കിൽ, ആത്മാവിൽ ചിലത് ദർശിക്കണമെങ്കിൽ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഒന്നാമത് പരിശുദ്ധാത്മാവിൽ നമ്മൾ നിറയപ്പെടണം. യേശു ക്രിസ്തു സ്നാനപ്പെട്ടതിന് ശേഷം സംഭവിച്ചത് യോഹന്നാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വേറെ ആരും കണ്ടില്ല. സ്നാനപ്പെടാൻ വേറെ ഒരുപാട് കൂട്ടം ആൾക്കാർ അവിടെ നിൽപ്പുണ്ട്. അവരാരും ഈ കാഴ്ച കണ്ടില്ല. എന്താ കാഴ്ച? യേശുവിന്റെ മുകളിൽ സ്വർഗം തുറക്കുന്നു, പ്രാവെന്ന ദേഹരൂപത്തിൽ പരിശുദ്ധാത്മാവ് അവന്റെ മേൽ ഇറങ്ങി വീഴുന്നു. സ്തോത്രം. യേശുവിന്റെ മിനിസ്ട്രി, യേശുവിന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടു കൂടിയാണ്. യേശുവിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായം വേണമെങ്കിൽ എനിക്കും നിങ്ങൾക്കും ഈ ഭൂമിയിൽ ക്രിസ്തീയപരമായ ഒരു വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ എത്രയധികം വേണം. റോമർ 8 പറയുന്നത്, ദൈവത്തിന്റെ ആത്മാവില്ലാത്തവൻ ദൈവത്തിലുള്ളവനല്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഒരു അപേക്ഷയുണ്ട്. നിങ്ങളുടെ വാഞ്ച മുഴുവനും എനിക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. സ്തോത്രം. എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണം. നമ്മൾ ആരും തകവുള്ളവരല്ല. ഉണ്ടോ? ഇല്ല. ഈ പ്രസംഗിക്കുന്ന ഞാനും തകവുള്ളവരല്ല. പക്ഷേ നമ്മൾ എല്ലാവരും അതിലേക്കൊന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തെറ്റുകൾ വരാം, പിഴവുകൾ സംഭവിക്കാം, പരാജയങ്ങൾ സംഭവിക്കാം. പക്ഷെ അതിന്റെ നടുവിൽ നിന്നാണ് ഈ തോൽവിയിൽ നിന്നാണ് ജയം ഉണ്ടാകേണ്ടത്. ഈ പരാജയ
പരാജയപ്പെടുമ്പോൾ, തകർക്കപ്പെടുമ്പോഴാണ് നമ്മൾ ചിലതൊക്കെ പഠിച്ചു മുകളിട്ട് വരുന്നത്. സത്യമല്ലേ? അങ്ങനെയാ പഠിച്ചു മേലോട്ട് കയറി വരുന്നത്. ഈ പരാജയത്തിൽ നിന്ന് കാറ്റുപടികൾ വെച്ച് മുമ്പോട്ട് പോയവന് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അവനറിയാം എന്നെ നടത്തിയ ദൈവത്തിന്റെ ശക്തി എത്രമാത്രം വലിയതാണ്. സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ മുകളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. പരിശുദ്ധാത്മാവ് യേശുവിന്റെ മേൽ വന്നപ്പോൾ ഫുള്ളി കൺട്രോൾ പരിശുദ്ധാത്മാവായിരുന്നു. ദൈവാത്മാവ് അവനെ നിയന്ത്രിക്കാൻ തുടങ്ങി. ഒരു കാര്യം ഓർത്തോണം, ക്രിസ്തീയ ജീവിതത്തിൽ പരിശുദ്ധാത്മ നിയന്ത്രിത ജീവിതമായിരിക്കണം. ഉടമകൾക്കായി സ്വന്തം പരിശുദ്ധാത്മ നിയന്ത്രിത ജീവിതത്തിനകത്ത് പരാജയം സംഭവിക്കത്തില്ല. സദൃശവാക്യം നടത്തി. സദൃശവാക്യം 3-ാം അധ്യായം. സദൃശവാക്യം 3-ാം അധ്യായം. സദൃശവാക്യം 3-ാം അധ്യായത്തിലെ 1-ാമത്തെ വാക്യം മുതൽ വായിച്ച് സഹായിക്കും. മകനെ, എന്റെ ഉപദേശം നീ മറക്കരുത്. അങ്ങനെ നീ ദൈവത്തിനും മനുഷ്യർക്കും ബോധ്യമായ ലാവണ്യവും സൗൽഭ്യത്തെയും പ്രാപിക്കും. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കാം. സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നിന്റെ എല്ലാ വഴികളിലും അവനെ ഓർമ്മിച്ചു കൊള്ളണം. അവൻ നിന്റെ പാതകളെ നേരെയാക്കും. നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത്. യഹോവയിൽ ഭയപ്പെട്ട സ്വതന്ത്രം പറഞ്ഞാട്ടെ. 3:21 വായിച്ചു. മകനെ ജ്ഞാനവും പകതിരിവും. എല്ലാവരും കേട്ടോളാം. മകനെ ജ്ഞാനവും പകതിരിവും കാത്തുകൊള്ളുക. അവൻ നിന്റെ കണ്ണിൽ നിന്ന് എന്ത് വരരുത്, മാറിപ്പോകരുത്. അടുത്ത് അവൻ നിനക്ക് ജീവനും നിന്റെ കഴുത്തിന് അലങ്കാരവുമായിരിക്കും. പ്ലസന്റ് ആൻഡ് ഹാപ്പി ലൈഫ്. നിനക്കൊരു സന്തോഷകരമായ സുഖകരമായ ഒരു ജീവിതം അവൻ തരും. ആമേൻ പറയാൻ ആരുമില്ലേ? മതിയോ? സ്വതന്ത്രം പറഞ്ഞാൽ സുഖകരമായ സന്തോഷകരമായ സമാധാനപരമായ ഒരു ജീവിതം അവൻ തരും. എപ്പോഴും തരും? അവന്റെ ജ്ഞാനവും പകതിരിവും നമ്മുടെ ഉള്ളിൽ വരുന്നു. സ്തോത്രം. ആയിരിക്കും. അടുത്ത ഇതിലെ പറഞ്ഞിരിക്കുന്ന യു ക്യാൻ ഗോ സേഫ്ലി. നീ വഴിയുടെ നീ പോകുമ്പോൾ നീ സുരക്ഷിതനായിരിക്കും. നീ എവിടെ പോയാലും നീ സുരക്ഷിതനായിരിക്കും. അങ്ങനത്തെ ഒരു സുരക്ഷിതം ആവശ്യമുള്ള എത്ര പേര് ഇതിനകത്തുണ്ട്? എനിക്ക് സുരക്ഷിതം ആവശ്യമാണ്. ഞാൻ പോകുന്നിടത്ത് എനിക്ക് നമുക്കറിയത്തില്ല നാളെ എന്ത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അവിടെ ഇറങ്ങി നടക്കുന്നവരെ വണ്ടിയൊക്കെ പാഞ്ഞു വരുന്ന കണ്ടു കഴിഞ്ഞാൽ ഇവിടെ കൂടെ വരുന്നൊന്നും ഒരു പിടുത്തമില്ല. പക്ഷെ അവിടങ്ങളെല്ലാം ദൈവം നമ്മളെ സൂക്ഷിക്കുന്നു. സ്തോത്രം. പറയാം, നീ പോകുന്നിടത്തെല്ലാം നിന്നെ സൂക്ഷിക്കും, അവൻ സംരക്ഷിക്കും. നീ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ഇടറിപ്പോകത്തില്ല. ആ പദം ശ്രദ്ധിക്കണം. ഒരിക്കലും ഇടറിപ്പോകത്തില്ല. എപ്പോൾ? ദൈവാത്മാവിന്റെ അകത്ത് വരുമ്പോൾ. സ്തോത്രം. നീ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ഇടറിപ്പോകത്തില്ല. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ആരെങ്കിലും ഇടറിപ്പോകുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഓർത്തോണം, ശരിയായി ശോധന ചെയ്തോണം. പരിശുദ്ധാത്മാവ് തന്നെയാണോ എന്റെ ഉള്ളിൽ ഇരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യത്തില്ല, ഇടറിപ്പോകത്തില്ല. കൂടെ ഉള്ളവർക്കായി സ്തോത്രം. നീ കിടക്കാൻ പോകുമ്പോ സ്തോത്രം പറഞ്ഞാൽ വരുത്തി സ്തോത്രം പറഞ്ഞു. ദൈവാത്മാവിന്റെ അകത്ത് വന്ന ഇത്രയും സംരക്ഷണങ്ങളുണ്ടോ? നീ കിടക്കാൻ പോകുമ്പോ നിനക്ക് എന്തുണ്ടാകത്തില്ല? പേടിയുണ്ടാകും. ചിലർക്ക് പേടിയുള്ളൂ. കിടക്കാനുള്ള താമസം പേടിയാണ്, ഉറക്കം വരത്തില്ല. കട്ടി കിടക്കാനുള്ള താമസം ഉറക്കം വരത്തില്ല.
പക്ഷെ ദൈവം പറയുന്നു, നീ കട്ടിൽ കിടക്കാൻ പോകുമ്പോൾ നല്ല ഉറക്കം ദൈവം നൽകും. ഉറക്കഗുളിക കഴിച്ചിട്ടാണ് ചിലരൊക്കെ ഉറങ്ങുന്നത്. ഇതിനകത്തിരിപ്പുണ്ട്. ഉറക്കഗുളിക കഴിച്ചാലേ അവർക്ക് ഉറക്കം വരത്തുള്ളൂ. ഞാൻ പറയുന്നു, ഉറക്കഗുളിയെക്കാട്ടിലും വലിയൊരു മരുന്നുണ്ട്. അതിന്റെ പേരാണ് യേശുവിന്റെ വചനം. പക്ഷെ മനുഷ്യൻ മെനക്കെടത്തില്ലല്ലോ ഈ ഗുളിക കഴിക്കാൻ. സ്തോത്രം. ഡോക്ടറിനെ കാണാൻ ക്യൂ നിൽക്കും, മെഡിക്കൽ സ്റ്റോറിൽ ക്യൂ നിൽക്കും. നിന്നോ, കുഴപ്പമൊന്നുമില്ല, തെറ്റൊന്നുമില്ല. അവരെ കൊണ്ട് ചിലതൊക്കെ ചെയ്യുന്നുണ്ട്. അതിനായി സ്തോത്രം. പക്ഷെ ഒരു കാര്യം, അതിനെക്കാട്ടും നല്ലൊരു പിൽസുണ്ട്, നല്ലൊരു മരുന്നുണ്ട്. അത് ദൈവത്തിന്റെ വചനമാണ്. നിനക്ക് ഉറക്കം വരുന്നില്ല, ദൈവത്തിന്റെ വചനം എടുത്ത് വെച്ച് വായിക്കാം. അല്ലെങ്കിൽ ദൈവാത്മാവിൽ നിറയപ്പെടാൻ വേണ്ടി ദൈവത്തോട് ചോദിക്കാം. ദൈവം തന്നെ നിറയ്ക്കുമ്പോൾ നിനക്ക് വ്യത്യസ്തതയുണ്ടാകും. സ്തോത്രം. സുഖകരമായിരിക്കും. പെട്ടെന്നുള്ള പേടി ഹേതുവായി ദുഷ്ടന്മാർക്ക് വരുന്ന അടിവരട്ടോണം. ആർക്കാ നാശം? ആർക്കാ നാശം? ഇപ്പൊ ആർക്കാ നാശം? ദുഷ്ടന്മാർക്ക് എന്തോ ഉണ്ട്. ഇപ്പൊ ആർക്കാ നാശം? അപ്പൊ ദൈവമൊക്കെ നാശം. ബൈബിൾ പറയുന്നു, ദുഷ്ടന്മാർക്ക് വരുന്ന നാശം നിമിത്തം നീ എന്ത് ചെയ്യരുത്? ഭയപ്പെടത്തില്ല. കാരണം നിന്നെ നാശത്തിലേക്ക് അവൻ എന്ത് ചെയ്യത്തില്ല. പക്ഷോടെ പറഞ്ഞ രാവും പകലും എന്റെ വചനത്തെ ധ്യാനിച്ചോളാം കേട്ടോ. എന്നാൽ നീ കൃതജ്ഞനാകും. നീ ചെയ്യുന്നതൊക്കെയും സാധിക്കും. സ്തോത്രം. അപ്പൊ അത് ഞാൻ പോകുന്നില്ല, അതിലോട്ട് വരുന്നുണ്ട്. പക്ഷെ അത് ഞാൻ എടുക്കരുത്. സ്തോത്രം പറഞ്ഞാൽ യേശു ക്രിസ്തു സ്നാനപ്പെട്ട് പൊങ്ങിയപ്പോ പരിശുദ്ധാത്മാവ് അവന്റെ മേൽ വന്നു. ഈ വന്നപ്പോഴത്തേനും യേശു ക്രിസ്തുവിനെ നിയന്ത്രിക്കാൻ തുടങ്ങിയത് പരിശുദ്ധാത്മാവ്. നേരെ കൊണ്ടുപോയത് മരുഭൂമിയിൽ കൊണ്ടുപോയി. ഒരു കാര്യം ഓർത്തോണം, ദൈവാത്മാവിനെ നിയന്ത്രിക്കാൻ തുടങ്ങിയാൽ നിനക്ക് ഇഷ്ടമില്ലാത്ത രീതികൾ, ഇഷ്ടമില്ലാത്ത വഴികൾ ദൈവം കൊണ്ടുപോകും. സ്തോത്രം. സ്തോത്രം. ഞാൻ ഇവിടേക്കൊക്കെ പ്രാർത്ഥിക്കും, കർത്താവേ എന്നെ ഉപയോഗിക്കണേ, എന്നെ ഉപയോഗിക്കണേ, എന്നെ ഉപയോഗിക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. കഴിഞ്ഞ ദിവസം എനിക്കൊരു സംഭവം മനസ്സിലായി. ദൈവം എന്നെ ഉപയോഗിക്കണേ എന്ന് ഞാൻ പറയുമ്പോഴും എന്റെ ഉദ്ദേശം എന്താണെന്നറിയോ? ഞാൻ വേറെ ചിലരിലൊക്കെ ചിലത് കാണുന്നുണ്ട്. ഇവിടെ ഉണ്ടോ? ഉദാഹരണം പറയാം. ഇപ്പൊ ഇവിടെ ആൽബർട്ട് പ്രദരിക്കുന്നു, ആവശ്യ പ്രദരിക്കുന്നു, ആൽബർട്ട് ഇരിക്കുക. ഇപ്പൊ ആൽബർട്ട് ദേവദാസനം എന്നിരിക്കട്ടെ, ആൽബർട്ടിന്റെ ദൈവം ശക്തമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. രോഗികൾ സൗഖ്യമാകുന്നു, ഭൂതങ്ങൾ പുറത്തു പോകുന്നു, അത്ഭുതങ്ങൾ നടക്കുന്നു, അടയാളങ്ങൾ നടക്കുന്നു. ഇതൊക്കെ ഞാൻ കണ്ടിട്ട് എനിക്കെന്താ തോന്നുന്നു? നിങ്ങൾക്കൊന്നും തോന്നത്തില്ല. അതുപോലെ ചെയ്യണമെന്ന് എനിക്കെന്താ തോന്നുന്നുണ്ട്? ഒരു തോന്നൽ വരുന്നുണ്ട്. അപ്പൊ എന്നെ ഉപയോഗിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും ഞാൻ എന്തുദ്ദേശിച്ചാ ചെയ്യുന്നത്? അത് എനിക്കും എന്ത് വേണം? വേണം, കിട്ടണം. പക്ഷേ എന്നെ പഠിപ്പിച്ചത് അതുപോലെ ആകാനല്ല. അല്ല, ദൈവം നിന്നെ മാനുഫാക്ചർ ചെയ്തപ്പോ, നിന്നെ സൃഷ്ടിച്ചപ്പോ നിനക്ക് വേണ്ടി ചിലത് ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് നീ ചെയ്താൽ മതി. കൂടെ ഉള്ളവർക്കായി സ്തോത്രം. നമ്മൾ ആരെ കോപ്പി അടിക്കാൻ പോകണ്ട. കൂടെ ഉള്ളവർക്കായി സ്തോത്രം. എന്ന് കരുതി നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കത്തല്ല. പക്ഷേ ഇവിടെ പ്രാർത്ഥനയുടെ രീതിക്കൊരു മാറ്റം. നേരത്തെ ഉപയോഗിക്കണം എന്ന് പറയുമ്പോ ഇപ്പൊ പറയുന്നത് എന്താണെന്നറിയോ? ഇതാ ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു തരും. നിന്റെ ഇഷ്ടം എന്റെ ജീവിതത്തിൽ നടന്നു. നിന്റെ ഇഷ്ടം. അപ്പൊ ദൈവത്തിന് എന്തുണ്ട്? ഇഷ്ടമുണ്ട്. ഇഷ്ടമുണ്ടെങ്കിൽ അനിഷ്ടമുണ്ട്. അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടം എന്ത് ചെയ്യട്ടെ? സ്തോത്രം. നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ ഏത് വിഷയത്തിൽ നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കണം. നിന്റെ ഇഷ്ടം. നമ്മളൊരു പാട്ട് പാടുന്നു. നിന്റെ ഇഷ്ടം അല്ല, നിന്റെ ഇഷ്ടം നീ പൂർണ്ണമാകട്ടെ. സ്തോത്രം. അപ്പൊ എന്റെ ഇഷ്ടമല്ല ഇവിടെ നിറവേറേണ്ടത്, ദൈവത്തിന്റെ ഇഷ്ടം. നീ യേശുവിനെ കുറിച്ച് നമുക്ക് നോക്കാം. യേശുവിനെ പരിശുദ്ധാത്മാവ് വന്നു. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ പരിശുദ്ധാത്മാവ് യേശുവിനെ കൊണ്ടുപോയത് മരുഭൂമിയിൽ കൊണ്ടുപോയി. സാധാരണ നാമത്തിൽ നമ്മളെ കൊണ്ടുപോകും. നമ്മളെ പറയും ഒരു കാരണവശാലും ദൈവം അങ്ങനെ ചെയ്യത്തില്ല. കൂടെയുള്ളവർക്കായി സ്തോത്രം. നമ്മൾ പറയും അങ്ങനെ ചെയ്യത്തില്ല, ദൈവം ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. യേശുവിനെ എവിടെ കൊണ്ടുപോയി? പരിശുദ്ധാത്മാവിനാൽ പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിനാൽ യേശുവിനെ നിർബന്ധിച്ച് മരുഭൂമിയിൽ കൊണ്ടുപോയി 40 ദിവസം.
യേശുവിനെ പരീക്ഷിച്ചെങ്കിൽ നമുക്കൊരു പരീക്ഷണമുണ്ടെന്ന് കൂട്ടിയാൽ മതി. സ്തോത്രം. യേശുവിനെ 40 ദിവസം പരീക്ഷിച്ചു. 40 കഴിഞ്ഞിട്ടും അവന്റെ ദേശം അടങ്ങിയിട്ടില്ല. 40 കഴിഞ്ഞിട്ട് പിന്നെ വെളിപ്പെട്ട് വന്ന് ഇനി കല്ലിനോട് നീ അപ്പമായി തീരാൻ കൽപ്പിക്കുകയാണ്. അന്ന് തൊട്ട് യേശുവിന്റെ രീതികൾക്ക് ഒരു മാറ്റം സംഭവിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 12-ാമത്തെ വാക്യം എടുത്ത് വായിച്ചേ. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 12-ാമത്തെ വാക്യം. ഒരു മലയിൽ ചെന്ന് ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. നേരം വെളുത്തപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്കെ വിളിച്ചു. ഒരു സ്വന്തം പറഞ്ഞാലോ. അപ്പോസ്തലപ്രവൃത്തിയിൽ നിന്ന് പോയിട്ട് വന്നാലോ. അവിടെ ഒരാളെ പരിചയപ്പെടുത്തുക. 1-ാം അധ്യായം അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം അതിന്റെ എല്ലാവരും സ്വന്തം പറഞ്ഞാലേ. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 16 മുതൽ വായിച്ചു. 15 മുതൽ വായിച്ചു. ഇനി ഞാൻ പറയുന്ന വാക്യം മാത്രം വായിച്ചാൽ ബാക്കി വേണ്ടി 24 മുതൽ വായിച്ചാൽ മതി. 24 അല്ല 22 മുതൽ. ഇവിടെ സഹോദരന്മാരെ, നമുക്ക് കർത്താവിന്റെ ശിഷ്യന്മാരിൽ പ്രധാനപ്പെട്ട 12 ശിഷ്യന്മാരുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് അതിൽ ഒരുത്തൻ പട്ടുപോയി, യൂദാസ്. അവനൊരു അനീതിയുടെ കൂലി കൊണ്ട് ഒരു നിലം മേടിച്ചു. അതിന് രക്തനിലമെന്ന് അർത്ഥമുള്ള അക്കൽദാമ എന്ന പേരായി ആ ഭൂമി ശപിക്കപ്പെട്ടു. സങ്കീർത്തന പുസ്തകത്തിൽ പറയുന്നു, അതിലാരും പാർക്കാതിരിക്കട്ടെ. അതുകൊണ്ട് സ്തോത്രം, ആ സ്ഥാനത്തേക്ക് വേറൊരാൾ വരണമെന്ന് ആ സങ്കീർത്തന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഈ 12 പേരിൽ ഒരാൾ കുറവായതുകൊണ്ട് ഒരാളെ തിരഞ്ഞെടുക്കേണ്ടതിരിക്കുന്നു. അവന്മാര് ചീട്ടിട്ടെടുക്കുന്ന ഒരു ഭാഗമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. 22 മുതൽ വായിച്ച് 21 മുതൽ. ആകയാൽ കർത്താവായ യേശു ശ്രദ്ധിച്ചോണം. യോഹന്നാന്റെ സ്നാനം മുതൽക്കേ നമ്മെ വിട്ട് യേശു ആരോഹണം ചെയ്ത നാൾ വരെ നമ്മുടെ ഇടയിൽ സഞ്ചരിച്ച പോന്ന കാലമൊക്കെയും നമ്മുടെ കൂടെ നടന്ന പുരുഷന്മാരിൽ ഒരുത്തൻ ഞങ്ങളുടെ കൂടെ അവന്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം വരുത്തേണ്ടതിന് യോസേഫ്, മത്യാസ് എന്ന രണ്ടുപേരുടെ പേര് എഴുതി ചീട്ടിട്ടതിൽ മത്യാസിന്റെ പേര് വേണം. ഇന്ന് എല്ലാവരും സ്വതന്ത്രം പറഞ്ഞ് എന്നെ നോക്കിയേ. സ്വതന്ത്രം പറഞ്ഞാട്ടെ. നോക്കണേ, ഈ പഴയ സുവിശേഷങ്ങളിൽ ഈ മത്യാസിന്റെ പേരും ഇല്ല, യോസഫിന്റെ പേരും ഇല്ല. ഉണ്ടോ? ഇല്ല, അവിടെ ഇല്ല. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് യേശുവിന്റെ സ്നാനം മുതൽക്ക്, യോഹന്നാന്റെ ആ സ്നാനം മുതൽക്ക് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് വരെ കൂടെ നടന്നതും കൂടെ പ്രവർത്തിച്ചതുമായ അവരായിരിക്കണം ഇതിനകത്ത് 12ാമത്തെ ഒരുത്തൻ വരേണ്ടത്. അവിടെ ഒന്നും എഴുതി വെച്ചിട്ടില്ല. മത്യാസിന്റെ പേര് എഴുതി വെച്ചിട്ടില്ല, യോസഫിന്റെ പേര് എഴുതി വെച്ചിട്ടില്ല. പക്ഷേ സ്തോത്രം, ഇവിടെ അവന്റെ പേര് എഴുതി വെച്ചു. അതിനർത്ഥം യേശുവിന്റെ കൂടെ 12 പേരല്ല, വേറെ ഒരുപാട് പേരുണ്ടായിരുന്നു. അറിയപ്പെടാത്ത ഒരുപാട് പേരുണ്ടായിരുന്നു. മത്യാസിന്റെ പേര് എപ്പോഴാ അറിയുന്നത്? ഇനി അറിയാത്ത എത്രയോ പേര് അതിനകത്തുണ്ടായിരുന്നു. എന്റെ വിഷയം അതല്ല. പക്ഷേ യേശു ക്രിസ്തു രാത്രി മുഴുവനും പ്രാർത്ഥിക്കുന്നു. ഇപ്പൊ മത്യാസം ഉണ്ടേ? ഹലോ, മാത്രം പറഞ്ഞാട്ടെ. മത്യാസം ഉണ്ട് താഴെ, യോസഫും ഉണ്ട് താഴെ. ബാക്കി വേറെ പേരെടുത്ത് പറയാത്ത വേറെ ഒരുപാട് പേരുണ്ട്. പറഞ്ഞ 12 പേര് ഇവിടെയുണ്ട്. കൂടെ ഉള്ളവർക്കായി സ്വന്തം യേശു ക്രിസ്തു രാത്രി മുഴുരാത്രി പ്രാർത്ഥനയാണ്. മുഴുരാത്രി പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ 7 മണിക്ക് തുടങ്ങി 9:30 മണിക്ക് തിരുത്തുന്നതല്ല മുഴുരാത്രി പ്രാർത്ഥന. യേശുവിന്റെ മുഴുരാത്രി പ്രാർത്ഥന അർദ്ധരാത്രി മുഴുവനും ദിവസം ചെലവിട്ടു. വെളുത്തോളം താൻ പ്രാർത്ഥിച്ചു, ഉറക്കമില്ലാതെ താൻ പ്രാർത്ഥിക്കാം. എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ഇതിനകത്തുനിന്ന് 12 പേരെ തിരഞ്ഞെടുക്കണം.
പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ദൈവം എന്തോ ഗൈഡൻസ് അവന് കൊടുത്തു. ഇന്ന് രാവിലെ കാലം ഞാനൊരു കാര്യം പറയട്ടെ, ദൈവം ഗൈഡൻസ് തരാതെ ഒന്നും ചെയ്യരുത്. കൂടെയുള്ളവർക്കായി സ്തോത്രം. നിന്റെ ജോലിയാകട്ടെ, നിന്റെ ബിസിനസ് ആകട്ടെ, കുടുംബമാകട്ടെ, ദൈവം ഗൈഡൻസ് ചെയ്യാതെ നീ ഒന്നും ചെയ്യരുത്. എടുത്ത് ചാടരുത്. സ്തോത്രം പറഞ്ഞാട്ടെ. ഇവിടെ മുഴുവൻ രാത്രി പ്രാർത്ഥന, പ്രാർത്ഥിച്ചത് മുഴുവനും 12 പേരെ തെരഞ്ഞെടുക്കുവാൻ. എനിക്കൊന്ന് 12 പേരെ തെരഞ്ഞെടുക്കാനല്ല, ദൈവം പറഞ്ഞു 12 പേരെ മതി തെരഞ്ഞെടുക്കാൻ പറഞ്ഞു കാണും. കാരണം യേശുക്രിസ്തു പിന്നത്തിൽ പറയുന്നുണ്ട്, എനിക്ക് സ്വതവേ ഒന്നും തിരഞ്ഞെടുക്കാൻ പറ്റത്തില്ല, എന്റെ പിതാവ് എന്നോട് പറയുന്നത് മാത്രം ഞാൻ ചെയ്യുന്നു, ഞാൻ പ്രവർത്തിക്കുന്നു. സ്തോത്രം. എല്ലാം ശ്രദ്ധിച്ചിരുന്നോളെ, ഞാനൊരു കാര്യം പറയാൻ അങ്ങോട്ട് വരുന്നത്, ശ്രദ്ധിച്ചിരുന്നോളെ. സ്തോത്രം പറഞ്ഞാട്ടെ. നിങ്ങൾ ആരും ഇടക്കാലത്ത് ഉറങ്ങുന്നില്ല, അതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. ഈ 12 എണ്ണം കാരണപ്പെട്ട് വേറെ ഒരുപാട് പേരുണ്ട്. ദൈവം പറഞ്ഞു കാണും 12 എണ്ണത്തിന് തിരഞ്ഞെടുക്കണം. ആരുടെ പേര് പോലെ വെളിപ്പെടുത്തി കൊടുത്തു. താഴോട്ട് ഇറങ്ങി വരിക. വായിച്ചു. രാവിലെ വരെ പ്രാർത്ഥിച്ചിരിക്കുകയാണ്. നേരം വെളുത്തപ്പോ അവൻ ശിഷ്യന്മാരെ അടുക്കെ വിളിച്ചു. ശിഷ്യന്മാരെ അടുക്കെ വിളിച്ച് അവരിൽ 12 പേരെ തിരഞ്ഞെടുത്തു. കൂടെയുള്ളവർക്കായി സ്തോത്രം. ശിഷ്യന്മാർ ഒരുപാട് പേരുണ്ടായിരുന്നു, അവരിൽ 12 പേരെ എന്ത് ചെയ്തു? സ്തോത്രം, സ്തോത്രം. അപ്പൊ ന്യായമായ രീതിയിൽ ഞാൻ ഇവിടെ ഇരിക്കുന്നതിൽ 10 പേരെ തെരഞ്ഞെടുത്ത ബാക്കിയുള്ളവർ എന്ത് പറയും? ശരിയല്ല. യേശു എങ്ങനെയാ തെരഞ്ഞെടുത്തത്? രാത്രി മുഴുവനും അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോ ദൈവം അദ്ദേഹത്തിന് വെളിപ്പെടുത്തി കൊടുത്തതാ അദ്ദേഹം ചെയ്തത്. നിനക്ക് ചില സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ആ സിറ്റുവേഷൻ അങ്ങനെ ഇരിക്കുന്നു. പക്ഷെ രാത്രി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഗൈഡൻസ് തരുന്നുണ്ടോ? തരുന്നെങ്കിൽ ഗൈഡൻസ് അനുസരിച്ച് നീ പറ്റുന്ന പ്രവർത്തിക്കും. നിശ്ചയമായിട്ടും അതിനകത്ത് നീ വിജയിച്ചിരിക്കും. സ്തോത്രം. ചിലപ്പോ ദൈവം പറയും പറ്റത്തില്ലെന്ന് പറയും. ആ സമയത്ത് നമുക്ക് നിരാശ വരും. നമ്മൾ വേറെ വഴികൾ നോക്കും. കുറച്ചുകൂടെ പ്രാർത്ഥിക്കും. ഞാൻ കാര്യം പറയാം, കുറച്ചുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിന്റെ മനസ്സ് മാറത്തില്ല. മനസ്സ് മാറിയ സാഹചര്യമുണ്ട്, പക്ഷെ ദൈവത്തിന്റെ കോപം അതിനകത്തുണ്ടായി. സ്തോത്രം, സ്തോത്രം. ദൈവത്തിന്റെ ആലോചനയ്ക്ക് വിധേയപ്പെട്ട് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ദൈവത്തിന് ഈ കാലഘട്ടത്തിൽ ആവശ്യം. സ്തോത്രം. താഴെ ഇറങ്ങി വന്ന കുറെ എപ്പോഴാനും അതിൽ 12 എണ്ണത്തിനെ മാറ്റി. എങ്ങനെയാ 12 എണ്ണത്തിന്റെ മാറ്റിയത്? രാത്രിയിൽ വെളിപ്പെട്ടത്, ആത്മാവിൽ വെളിപ്പെട്ടത് ഭൗതിക തലത്തിൽ വിളിച്ചു ബന്ധിച്ചു. ആത്മാവിൽ വെളിപ്പെടാതെ ഭൗതിക തലത്തിൽ കിടപ്പിടിക്കരുത്. സ്തോത്രം. ആത്മാവിൽ എന്ത് വെളിപ്പെടുന്നു അത് ചെയ്താൽ മതി. സ്തോത്രം. ദൈവം പറയണം, നാളെ ജോലി സ്ഥലത്ത് ഇന്നലെ ചെയ്യരുത്, നാളെ നമ്മൾ ചെയ്യാതിരിക്കുക. ദൈവം പറഞ്ഞു ചെയ്യരുത്, മിണ്ടായിരുന്നോ? ഇവിടെ ചെന്ന് ചെയ്യരുത്. ചാടിക്കറി ചെയ്ത് കഴിഞ്ഞാൽ എന്നെ പരാജയത്തിന് പോകും. സ്തോത്രം, 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 സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. മണ്ഡപത്തിന്റെ നടുവിൽ 38 വർഷം കുളക്കടവിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ. വേറെ ഇഷ്ടംപോലെ രോഗികൾ അവിടെ കിടപ്പുണ്ട്. തളർവാദം പിടിച്ചവന്മാരുണ്ട്, കണ്ണു കാണാൻ മേലാത്തവന്മാരുണ്ട്, ചെവി കെട്ടിടാത്തവന്മാരുണ്ട്, ബാക്കി എല്ലാ സൈസും അവിടെ കിടപ്പുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം. യേശു ക്രിസ്തു വന്നിട്ട് ഒറ്റ ഒരുത്തനെ മാത്രമേ സൗഖ്യമാക്കിയുള്ളൂ. കൂടെ ഉണ്ടോ? 38 വർഷം കിടക്കുന്ന അവന്റെ അടുക്കൽ മാത്രമേ വന്നുള്ളൂ. എന്റെ ബാക്കിയുള്ള ആൾക്കാരല്ലേ? അല്ല, അവിടെ പോകാത്ത ഗൈഡൻസ് ഇല്ല. പറഞ്ഞില്ല, പറഞ്ഞതിന്റെ അടുക്കൽ മാത്രമേ യേശു എന്ത് ചെയ്തു? ഇറങ്ങിച്ചു. സ്തോത്രം. നമ്മുടെ ജീവിതം പരിശുദ്ധ അനിയന്ത്രിതമാണോ? ആണോ? അല്ലെങ്കിൽ ആകണം. അതിനെന്ത് ചെയ്യണം? പാസേ സിമ്പിൾ, ഒന്ന് വിട്ടുകൊടുത്താൽ മതി. ഞാനൊന്നുമല്ല അപ്പാ, തരുന്നത് പപ്പാ, നിന്റെ ഇഷ്ടം എന്റെ ജീവിതത്തിൽ നിറവേറട്ടെ. നമ്മൾ ഈ പഴയ നിയമത്തിലൊക്കെ വായിക്കുന്ന പ്രഗത്ഭന്മാരായ കർത്താവിന്റെ ദാസന്മാരൊക്കെ എങ്ങനെ ഉപയോഗിച്ചത്? മുകളിൽ നിന്ന് ഓർഡർ വന്നതിനനുസരിച്ച് അവരെ പ്രവർത്തിച്ചപ്പോൾ അവരെ ദൈവം ഉപയോഗിക്കാൻ തുടങ്ങി.
സ്തോത്രം. ഇന്നലെ ഒരു മിനിസ്ട്രി വെളിപ്പെട്ടു, അത് നാളെ വെളിപ്പെടണമെന്നില്ല. അത് നാളെ അങ്ങനെ തന്നെ വെളിപ്പെടണമെന്നുമില്ല. അത് വ്യത്യസ്തമായിരിക്കാം. അവനെ സുവിശേഷത്തിൽ യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ പരിചയപ്പെടുത്തി വരുമ്പോൾ പറയുന്നത്, ലോകത്തിൽ ആർക്കും അവനെ കാണാൻ പറ്റത്തില്ല, പക്ഷെ നിങ്ങൾക്ക് അവനെ കാണാൻ പറ്റും. നിങ്ങൾക്ക് അവനെ കേൾക്കാൻ പറ്റും. കേൾക്കാൻ പറ്റും. അകത്ത്. സ്തോത്രം, സ്തോത്രം. പരിശുദ്ധാത്മാവ് നിങ്ങളെ നിയന്ത്രിക്കണം. ഒന്ന്, പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കപ്പെടുമ്പോഴാണ് ഈ കണ്ണുകൾ, ആത്മീയ കണ്ണുകൾ ഒന്ന് തുറന്നു വരുന്നത്. കാരണം എന്താണെന്നറിയോ, നിന്റെ അകത്തുള്ള ആത്മാവ് ഒരു വല്ലാത്തൊരു പരുവത്തിലിരിക്കുക. പക്ഷെ ദൈവാത്മാവ് അകത്ത് വരുമ്പോൾ തുറക്കപ്പെടും. ഞാൻ ഇടയ്ക്ക് വീട്ടിൽ പോയി. അപ്പൊ ആ സോദരൻ എന്തിനാ പറഞ്ഞത്, എന്റെ വായിൽ അറിയാതെ ചീത്ത വാക്കുകൾ വന്നു പോകുന്നുണ്ട്. ഞാൻ ഭയങ്കര ചീത്ത പറയുന്നു. നീ ഇറക്കാതെ അത് കൂടി വരുന്നുണ്ട്. എനിക്ക് ഒരാളെ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ അല്ലാത്ത രീതിയിലാണ് പെരുമാറുന്നത്. ഞാൻ ഈ കസാരയിൽ ഇങ്ങനെ പുള്ളിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ എനിക്ക് മാറ്റണം എന്നാഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് പറ്റുന്നില്ല. എന്നാൽ ഞാൻ ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ്, പക്ഷെ എനിക്കത് പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് സ്വന്തമായിട്ട് മാറ്റാൻ പറ്റത്തില്ല. ശ്രദ്ധിച്ചോട്ടെ, ഞാൻ പറഞ്ഞോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, അതെ, പാപിയോട് കൂടെ നടന്നാൽ നീ എന്തായിരിക്കും? പാപിയുമാണ്. നീ മദ്യപിക്കുന്ന ഒരാളുടെ കൂട്ടത്തിലാണ് നടക്കുന്നെങ്കിൽ ചിലപ്പോൾ ആ സ്വഭാവം നിനക്കും ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. അപ്പൊ പാപി ആ വ്യക്തിക്ക് എന്ത് ഗുണങ്ങളുണ്ടോ അതെല്ലാം നിന്നിലേക്ക് വരുന്നു. ഇതെല്ലാം പുറത്തു നിൽക്കുന്ന ഒരു വ്യക്തി നിന്നോട് ചേർന്ന് നടക്കുമ്പോൾ ഉണ്ടാകുന്നതെങ്കിൽ പരിശുദ്ധാത്മാവ് എന്ന പരിശുദ്ധനായ വിശുദ്ധനായ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ കൂടെ അല്ല, നിന്റെ അകത്ത് വന്നാൽ നിനക്ക് വരുന്ന മാറ്റം എത്രമാത്രം വലുതായിരിക്കും. അവനിൽ എന്ത് സ്വഭാവമുണ്ടോ അത് നിന്റെ അകത്ത് വരും. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയും ഒരു കിളി അവിടെ പറഞ്ഞുപോയി. ഞാൻ പറഞ്ഞ ഇപ്പോൾ ഒരു കിളി ഇവിടെ നിന്ന് പോയി. ശരി, അവിടെ ഒരു സാധനം ഇവിടെ നിന്ന് പോയി. എന്താ കാര്യം എന്നറിയോ? പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ തൊട്ട് കഴിഞ്ഞാൽ അരുതാത്തതല്ല അങ്ങ് മാറിപ്പോയി. പക്ഷെ ചോദ്യം, നീ വിളിയാണോ, നീ തയ്യാറാണോ? ഈൽഡിംഗ് വെസലിനെയാണ് ദൈവം ഉപയോഗിക്കുന്നത്. എന്ന് പറയുന്നത് സമർപ്പിതമായ അല്ലെങ്കിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ആ ഒരു പാത്രത്തെയാണ് ദൈവം ഉപയോഗിക്കുന്നത്. സ്തോത്രം. നിന്റെ ഇന്നലകളെ ആർക്കും ചിലപ്പോൾ ചിലർക്ക് അറിയാമായിരിക്കും, പക്ഷെ നിങ്ങളുടെ നാളുകളെ ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. യേശുവിന്റെ നാമത്തിൽ നമ്മുടെ ജീവിതങ്ങൾ മാറട്ടെ, പരിശുദ്ധാത്മാവ് സ്പർശിക്കട്ടെ, പരിശുദ്ധാത്മാവ് നിയന്ത്രിതമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഒന്ന്, പരിശുദ്ധാത്മാവ് നിയന്ത്രിതമായിരിക്കണം നമ്മുടെ ജീവിതം. പരിശുദ്ധാത്മാവ് പറയും, പരിശുദ്ധാത്മാവ് കൂടെ ഇരിക്കും. പരിശുദ്ധാത്മാവ് ഗൈഡൻസ് തരും. തെറ്റിപ്പോയ പരിശുദ്ധാത്മാവ് പറയും. പരിശുദ്ധാത്മാവുള്ള വ്യക്തി പരിശുദ്ധാത്മാവിന്റെ സ്വഭാവങ്ങളെല്ലാം ആ വ്യക്തി പ്രകടമായി വെളിപ്പെടാൻ തുടങ്ങും. അവൻ ഇരുട്ടിൽ നടക്കത്തില്ല. ഇരുട്ടിനും വെളിച്ചത്തിൽ തമ്മിൽ ഒരു കാര്യവുമില്ല. അത് യോജിച്ചു പോകാത്തൊരു വസ്തുതയാണ്. ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഒന്നെടുക്കാം. എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 15-ാമത്തെ വാക്യം. എബ്രായർ 12:15. എബ്രായർ 12:15. ഇന്ന് ഞാൻ ഇപ്പൊ നേരത്തെ നിർത്തും. എനിക്കിത് കഴിഞ്ഞിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട്. വായിച്ചേ പെട്ടെന്ന്. എബ്രായർ 12:15. ആരും ദൈവകൃപ വിട്ട് പിന്മാറി വല്ല കയ്പുള്ള വേരും മുളച്ചിട്ട് കലകമുണ്ടാക്കി അതിനാൽ അനേകർ മലിനപ്പെടുകയും ആരും ദുർമണപ്പുകാരനോ ഒരു ഊണിന് ജേഷ്ഠാവകാശം വെച്ചിട്ട് യേശാവിനെ പോലെ ആകരുത്. സ്വന്തം പറഞ്ഞാട്ടെ, ആരും അങ്ങനെ ആകരുത്. എങ്ങനെയാകരുത്? ഈ പറഞ്ഞതുപോലെ ആകരുത്.
ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന ആംപ്ലിഫൈഡ് കൊടുത്തിരിക്കുന്ന എക്സസൈസ് ഫോർസൈറ്റ്. ഞാൻ ആദ്യത്തെ ഒരു ദിവസത്തിൽ തൊട്ട് വിട്ടു. ഫോർസൈറ്റ് എന്ന വാക്കിനർത്ഥം ആവശ്യത്രം എന്താ പറയുന്നത്, നിങ്ങൾക്ക് മുമ്പിൽ നടക്കാൻ പോകുന്നതിനെ നിങ്ങൾക്ക് മുന്നമേ കാണാൻ സാധിക്കുന്നതിനെയാണ് ഫോർസൈറ്റ് എന്ന് പറയുന്നത്. മുമ്പിൽ നടക്കാൻ പോകുന്നതിനെ മുന്നമേ കാണുന്നതിനെയാണ് ഫോർസൈറ്റ് എന്ന് പറയുന്നത്. കാണാൻ പറ്റും. സ്വതന്ത്രം പറഞ്ഞാട്ടെ. അപ്പൊ മുമ്പിൽ എന്തോ നമ്മുടെ വിഷയത്തിൽ നടക്കാൻ പോകുന്ന വിഷയത്തിൽ മുൻകൂട്ടി കാണുക. ഒരുത്തൻ അവിടെ ഇരിപ്പുണ്ട്. സ്വതന്ത്രം ശമൂവേൽ എന്ന് പറയുന്ന ഒരുത്തൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. രാവിലെ ആയപ്പോ തന്നെ ഒരുത്തൻ വന്നിരിക്കുക. ശമൂവേലിനെ തിരക്കി വന്നിരിക്കുന്നു. പോയത് കാണാതെ പോയ കഴുതയാണ്. കഴുതയെ രക്ഷിച്ചാ വന്നിരിക്കുന്നത്. ശമൂവേൽ അവനെ നോക്കിച്ച് പറഞ്ഞു, പോകരുത്, എനിക്ക് നിന്നെ കാണണം. കാരണം ഇന്നലെ രാത്രിയിൽ ദൈവം എനിക്ക് ചിലത് കാണിച്ചു തന്നു. നടക്കാൻ പോകുന്ന സംഭവം എനിക്ക് മുന്നേ കാണിച്ചു തന്നു. ആ കാണിച്ചു തന്നത് എന്താണ് ഞാൻ നിനക്ക് പറയാൻ പോവുകയാണ്. സ്വോത്രം. അവനെ യാഗം അർപ്പിച്ച് തിരിച്ചു വന്നു. അവനൊക്കെ പറഞ്ഞു, ഇന്നലെ രാത്രി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, ഒരുത്തനെ ഞാൻ അവിടെ നയിക്കാൻ പോകുക, അവനെ ഇസ്രായേൽ രാജാവായി അഭിഷേകം ചെയ്യണം. സ്വോത്രം. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൂതൻ ഇറങ്ങി വന്നു പറഞ്ഞു, പത്രോസ് ഒരുത്തൻ തോൽപ്പനായി ശിമോന്റെ വീട്ടിൽ പാർക്കുന്നുണ്ട്, അഡ്രസ് ഇതാണ്, ആളെ അയച്ച് വിളിപ്പിക്കണം. അവിടെ ചെന്നപ്പോൾ പത്രോസ് ആത്മവിവശതയിൽ ചിലർ അങ്ങോട്ടിരിക്കുക. സ്വോത്രം. അർത്ഥമറിയത്തില്ല. ഇവിടെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നടക്കാൻ പോകുന്ന സംഭവത്തെ മുൻകൂട്ടി രണ്ടുപേർക്കും കാണിച്ചു കൊടുത്തു. ഒരുത്തനും വ്യക്തമായി കാണിച്ചു കൊടുത്തു, ഒരുത്തനും ആത്മാവിൽ അവൻ മർമ്മങ്ങളായി വെളിപ്പെടുത്തി കൊടുത്തു. ചിലപ്പോൾ മർമ്മങ്ങളായി വെളിപ്പെടുത്തി തരും, ചിലപ്പോൾ വ്യക്തമായി വെളിപ്പെടുത്തി തരും. സ്വതന്ത്രം. ഒരാളെ വിട്ടച്ചിരിക്കാം. ആളെ കൊണ്ടുവരുന്ന സമയത്ത് പരിശുദ്ധാത്മ പറഞ്ഞു, പൊക്കോ, ഞാൻ നിന്റെ കൂടെ ഉണ്ട്, പറയാനുള്ള അവിടെ വെച്ച് ഞാൻ പറഞ്ഞുതരാം. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവ് കൂടെ നിൽക്കുമ്പോൾ പറയേണ്ട സമയത്ത് ദൈവം പറഞ്ഞുതരും. നിനക്കൊന്ന് പോകാമോ? നിനക്കൊന്ന് കൂടെ നിൽക്കാമോ? ചെയ്യാൻ പോകുന്നില്ല കൂടെ നിൽക്കാമോ? ദൈവം തന്റെ സമയമാവോ വെളിപ്പെടുത്തി തരും. സ്വതന്ത്രം. പേടിയാ, വിഷയങ്ങൾ കഴിയുമ്പോ പേടിയാ. പക്ഷെ ആത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവാത്മാവുള്ളപ്പോൾ നീ പേടിക്കേണ്ട ഒരാവശ്യവുമില്ല. സ്തോത്രം. ചിലപ്പോൾ ചില ഫോൺ കോൾസ് അറ്റൻഡ് ചെയ്യുമ്പോ എന്ത് പറയണമെന്ന് അറിയത്തില്ല. വേണ്ട, നീ അറിയണ്ട. ദൈവാത്മാവ് തക്ക സമയമാകുമ്പോ നിനക്കത് വെളിപ്പെടുത്തി തന്നിരിക്കും. സ്തോത്രം. പത്രോസ് പോയിക്കൊണ്ടിരിക്കുന്നു. എന്താ, എവിടെ പോകുന്നത്? കമ്മ്യൂണിസ്റ്റ് വിടും. എന്തിനാ പോകുന്നത് പത്രോസിനും അറിയത്തില്ല. അല്ല, എന്തിനാ വിളിച്ചെന്നൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ വരണം സാർ, വീട്ടിനകത്തിരിക്കണം, വെള്ളം കുടിക്കണം. കുടുംബക്കാരെല്ലാവരും കണ്ടപ്പോൾ മനസ്സിലായി ഇവിടെ എന്തോ ഒരു വലിയ മീറ്റിംഗ് നടക്കാൻ പോവുകയാണ്. ചിലപ്പോൾ ഞങ്ങൾ ചില വീടുകളിൽ പോകുമ്പോൾ അപ്പോഴാ മനസ്സിലാകുന്ന കൂട്ടാൻ ഒരു പ്രാർത്ഥന ഉള്ളതാണ്. ചിലപ്പോൾ ഭയങ്കര കൂട്ടമായിട്ടിരിക്കും. പത്രോസിന് അറിയത്തില്ല എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്ന് അറിയത്തില്ല. ദൈവാത്മാവ് കേട്ട് സുഹൃത്ത് യേശുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ സമയമാകുമ്പോൾ ദൈവം അത് ചെയ്തോളും. നമ്മൾ ദൈവത്തിന് എന്ത് ചെയ്യണ്ട, വഴിയൊരുക്കണ്ട. ബൈബിൾ പറയുന്നു, നിർജ്ജന പ്രദേശത്തും മരുഭൂമിയിലും ഞാൻ വഴിയൊരുക്കും. ഗൾഫിലുള്ളവരുണ്ട്, ഇവിടെ ഗൾഫിൽ പോയിട്ട് വന്നവർ. മരുഭൂമിയുടെ വഴി എങ്ങനെയുണ്ട് ബ്രദറെ? മരുഭൂമിയിൽ വഴിയുണ്ടോ? എന്താ ബ്രദറെ സന്തോഷം? മരുഭൂമി എന്ന് പറയുന്നത് ഇവിടത്തെ മറ്റേ മണ്ണല്ല, കടപ്പുറത്തെ മണ്ണുമല്ല. അവിടെ ആരെങ്കിലും വഴി ഒരുക്കുക, പിറ്റേ ദിവസം വഴി കാണത്തില്ല. കാറ്റടിച്ച് ഈ മണ്ണിലെല്ലാം കൂടി യോജിപ്പിച്ച് നമ്മളൊരു വഴി ഉണ്ടെന്ന് പോലും അറിയത്തില്ല. പക്ഷെ ബൈബിൾ പറയുന്നു, മരുഭൂമിയിൽ ഞാനൊരു വഴി ഒരുക്കും. എന്നുവെച്ചാൽ സാധ്യതയില്ല, പക്ഷെ ദൈവം അത് സാധിപ്പിക്കും. മനുഷ്യന് സാധ്യമല്ല, പക്ഷെ ദൈവം പറഞ്ഞ സാധ്യമാക്കി തരും. സ്തോത്രം. അതുകൊണ്ട് സാധ്യതകൾ ഇല്ലാത്തടത്ത് കൂടുതൽ സന്തോഷിച്ചോണം. കാരണം അവിടെ സാധ്യത എന്തോ ആകാൻ പോവുകയാണ്. എഴുതി വെച്ചു, നത്തിങ് ഈസ് ഇമ്പോസിബിൾ. ഞാൻ പറഞ്ഞു, ഇമ്പോസിബിൾ ഇസ് നത്തിങ്. എന്താണ്? അസാധ്യമായത് സാധ്യമാകും. സ്തോത്രം. നിനക്ക് അസാധ്യമാ, ശരിയാ, പക്ഷെ ദൈവത്തിന് അസാധ്യമല്ല. സ്തോത്രം. സ്തോത്രം. എക്സർസൈസ് ഫോർ ശക്തി.
നടക്കാൻ പോകുന്ന സമയത്തെ മുൻകൂട്ടി കാണുക. സ്തോത്രം. അതെങ്ങനെ കിട്ടുമെന്നറിയാം? സിമ്പിൾ. ഇത്രയുണ്ടായിരുന്നുള്ളൂ പാസ്, ഇത് ഞങ്ങൾക്ക് അറിയാമല്ലോ, ഞങ്ങളെപ്പോഴും ചെയ്യുന്നതാണ്. അല്ല, പ്രാർത്ഥന. പ്രാർത്ഥന. സ്തോത്രം. സ്തോത്രം. ഈ പ്രാർത്ഥനയ്ക്ക് വേറൊരു തലമുണ്ട്. അതാ മൗനമായുള്ള ഒരു പ്രാർത്ഥന. സ്തോത്രം ചെയ്താൽ അബ്രഹാമിന്റെ മോൻ ഒരു പെണ്ണ് നോക്കണം. പെണ്ണ് കുടുംബത്തിനകത്തുനിന്ന് വേണ്ടെന്ന് പറഞ്ഞ് ദൂരെ പോയിട്ട് വേണം എടുക്കാൻ. എവിടെന്ന്? ചാർച്ചക്കാർ വേറെ വെച്ച് താമസിക്കുന്നുണ്ട്. ഇസഹാക്കിന് വേണ്ടിയിട്ടാണ് പെണ്ണ് കാണാൻ പോവുക. ആരാ പോയത്? ഇസക്കാർ പോയി. ആരാ ഇസക്കാർ? അബ്രഹാമിന്റെ വിശ്വസ്ത ദാസൻ അയച്ചിരിക്കും. നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. 30 ദിവസത്തിലാണ് നിങ്ങൾ പോവുകയാണ്. അബ്രഹാം വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലോ സഹാരെടുത്ത് ചെന്നു, എന്റെ മോൻ ഒരു പെൺകുച്ചനെ വിടാം, പിന്നെ ഇവിടെ നിന്നൊന്നും എടുക്കരുത്, അങ്ങ് ദൂരെ പോയിട്ട് എൻ്റെ കുടുംബക്കാരവിടെ താമസിക്കും, അവിടെ ചെന്നിട്ട് പെൺകുട്ടി എടുത്തോണ്ട് വരണം. അങ്ങ് സത്യം ചെയ്യണം. എങ്ങനെ? തൊണ്ടയിൽ കൈവച്ച സത്യം ചെയ്യണം. സത്യം ചെയ്യണം. അത് അന്നത്തെ സത്യം ചെയ്യിച്ചു. പക്ഷെ അവൻ്റെ ചോദ്യം ചോദിച്ചു, അഥവാ പെൺകൊച്ചു വരാൻ വിസമ്മതിച്ചാലോ? പറഞ്ഞ അത് അങ്ങനെ വിസമ്മതിച്ചാൽ നീ വിട്ടോ കുഴപ്പമില്ല, പക്ഷെ വിസമ്മതിക്കത്തില്ല, ഞാൻ പറഞ്ഞിരിക്കുന്നു പൊക്കോളൂ. കുതിര എടുത്തു, എല്ലാ സംവിധാനങ്ങൾക്ക് ഒട്ടകങ്ങളെടുത്ത് യാത്ര തിരിച്ചു. സന്നിധാനത്തെത്തി. എത്താപ്പത്തേരം അവിടെ കിണറ്റിൽ വെള്ളം കോരാൻ വേണ്ടി ഒരുപാട് പേര് വരുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഒരു പെൺകുട്ടി കയറുക. ഇവൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ശ്രദ്ധിക്കണം, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്താ പ്രാർത്ഥന എന്നറിയാമോ? ദൈവമേ, അറിയാൻ മേലാത്ത ഒരു സ്ഥലത്ത് ആദ്യമായിട്ട് വന്നിരിക്കുകയാണ്. ഈ സ്ഥലത്തിൽ നിന്നാണ് ഒരു പെൺകുട്ടിയെ തിരഞ്ഞെടുക്കാൻ അബ്രഹാം എന്നെ വിട്ടയച്ചിരിക്കുന്നത്. എൻ്റെ ആരാ പെൺകുട്ടിയൊന്നും എനിക്കറിയത്തില്ല. ഇന്നത്തെ കാലം വാട്സാപ്പിൽ ഫോട്ടോയും അയച്ചാലും എല്ലാം നേരത്തെ കിട്ടും. അന്നത്തെ കാലം ആയതുകൊണ്ട് വാട്സാപ്പും ഇല്ല, ഒന്നുമില്ല, ഫോട്ടോ ഇല്ല, പെണ്ണിൻ്റെ രൂപമില്ല. നമ്മളൊക്കെ എയർപോർട്ടിൽ ഈ ഹോട്ടലിലേക്ക് ആൾക്കാർ വരും. ചില സമയങ്ങളിൽ ആൾക്കാർ എയർപോർട്ടിൽ നിന്ന് എടുക്കാൻ പോകുന്ന സമയത്ത് ഈ നമ്മളൊരു ബോർഡും തൂക്കി ഇങ്ങനെ നിൽക്കും. എന്തിനെന്നറിയാം? വരുന്ന ആളെ മുന്നമേ കണ്ടിട്ടില്ല. അന്ധകാലം ബോർഡും തൂക്കി ഇങ്ങനെ നിൽക്കും. ആളുടെ പേരെഴുതും, നമ്പർ എഴുതും, ഇങ്ങനെ വയ്ക്കും. ഏത് ഹോട്ടലിനാണ് വന്നിരിക്കുന്നതെന്നും കൂടെ എഴുതി വയ്ക്കും. അപ്പോൾ ഈ വരുന്നവരില്ല, ചിലരൊക്കെ വിസിറ്റിംഗ് ഹോട്ടലിൽ പോകാനായിട്ട് വന്നവരായിരിക്കും, റിസോർട്ടിൽ പോകാൻ വന്നവരായിരിക്കും. ഇവരിങ്ങനെ നടന്നവരിക്കും. ബോർഡ് കാണും. ബോർഡ് കാണുമ്പോൾ ഹോട്ടൽ എന്താ പറയുക, ഹോട്ടൽ ക്രൗൺ പ്ലാസ, ഹോട്ടൽ ക്രൗൺ പ്ലാസ എന്ന് എഴുതിയിട്ടുണ്ട്. ഇന്ന പേര്, ഏതാ പേര്? സുനിൽ ഹോട്ടൽ ക്രൗൺ പ്ലാസ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് വരുന്നവർ വേറെ പലരും കാണും. പ്രകാശം വരും, പിന്നെ എന്തുവാ, ആകാശം വരും, സുനിൽ ഉണ്ട്. അപ്പോൾ ആകാശം വന്ന് നോക്കുമ്പോൾ ക്രൗൺ പ്ലാസ എൻ്റെ ഹോട്ടലല്ല, വേറെ. അപ്പോൾ അവന്മാർ സുനിൽ എന്ന പേര് കാണുമ്പോഴത്തേക്കും സുനിൽ ഓടി വരും. അപ്പോൾ ചോദിക്കും, സുനിലാണോ? അതെ, സുനില. നിങ്ങൾ ഇന്നടുത്തുനിന്ന് വരുന്നതിന്? അതെ. അവൻ ഏത് ഹോട്ടലാണ് ബുക്ക് ചെയ്ത്? ഇന്ന ഹോട്ടൽ. അന്ന വന്നാട്ടെ, സ്വന്തം അതിനെ കൊണ്ടുപോകും. അതെന്താ കാലം? ഇന്ന കാലത്തിലാണെങ്കിൽ ഫോട്ടോ റെഡിയാണ്, കൊടുത്താൽ മതി. ആള് എവിടെ നിന്ന് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എടുത്തിട്ട് വരാം. സ്വന്തം. പക്ഷെ ഈ പെൺകൊച്ചിന്റെ രൂപമോ ഭാവമോ ഒന്നും അറിയത്തില്ല. അബ്രഹാം പോലെ കണ്ടിട്ടില്ല, വർഷങ്ങളായി കണ്ടിട്ട്. ചാച്ചക്കാരെ വീട്ടിൽ പോയിട്ട് ഒരുപാട് നാളായി. എങ്ങനെയാ ഏതാണെന്നൊന്നും അറിയത്തില്ല. പെൺകുട്ടി അന്വേഷിച്ചു. പക്ഷേ ഇതിന്റെ പ്രാർത്ഥന ശ്രദ്ധിച്ചോണ്ടേ. ഇവൻ പ്രാർത്ഥിക്കുന്ന ദൈവമേ, പരിധിയില്ലാത്തൊരു സ്ഥലത്താണ് ഞാൻ വന്നിരിക്കുന്നത്. ഏതാ പെൺകുട്ടിയാണെന്ന് പോലും അറിയത്തില്ല. പക്ഷെ ഞാൻ എന്നോട് പ്രാർത്ഥിക്കുന്നതിന്റെ പ്രാർത്ഥന എന്താ? പ്രാർത്ഥന, ഞാൻ ഇവിടെ നിൽക്കുമ്പോ ഈ കിണറ്റിന്റെ അരികിൽ വന്ന ആ പെൺകുട്ടി അരികണം വേണ്ട, ആ പെൺകൊച്ചു വന്ന കിണറ്റിന് വെള്ളം കോരി എനിക്കും തന്ന എന്റെ ഒട്ടകങ്ങൾക്ക് കൊടുത്ത് ദാസന്മാർക്ക് കൊടുത്തിട്ട് കുടിച്ചോളൂ എന്ന് പറയുകയാണെങ്കിൽ അവളാണ് ആ പെൺകൊച്ചു. അത് ഇംഗ്ലീഷ് എഴുതി വെച്ചിരിക്കുന്നത്, he prayed a silent prayer. Silent prayer. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഇരുന്ന് ചില സമയങ്ങളിലൊക്കെ പ്രാർത്ഥിക്കും. എനിക്ക് ചടങ്ങ് പ്രാർത്ഥന ഇഷ്ടമല്ല. അതിന് പേരിൽ നമ്മൾ ചിലപ്പോൾ അരിതി എന്ന് പറഞ്ഞില്ല. അവളുടെ ഇഷ്ടം എന്താണെന്ന് അറിയാം, തെറ്റല്ല, നല്ല കാര്യമാണ്. ഇവിടെ ഇഷ്ടം ആദ്യം വന്നിരിക്കുമ്പോൾ ഒരു പാട്ട് പാടണം. ഒരു പാട്ട് പാടുമ്പോൾ ഒരു വാക്യം വായിക്കണം. ആ പുസ്തകം കൊരിന്ത്യർ ലേഖനമായിരിക്കത്തില്ല, വെളിപ്പാടായിരിക്കത്തില്ല, നിശ്ചയമായി അത് സങ്കീർത്തനമായിരിക്കും. ഞാൻ പറഞ്ഞ കുടുംബ പ്രാർത്ഥനയുടെ കാര്യമില്ല.
അല്ലാതെ അല്ല ഭാര്യ ഭർത്താവ് ഇത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. കുടുംബ പ്രാർത്ഥനയ്ക്ക് എങ്ങനെ ആയിക്കോട്ടെ, കുഴപ്പമില്ല, പോട്ടെ. അങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിക്കാതിരിക്കുമല്ലോ, അങ്ങിരുന്നോ. അപ്പം ഒരു പാട്ട് പാടി ഒരു സങ്കീർത്തനം വായിച്ച ആദ്യമേ തുടങ്ങും. ഏതാ വിഷയങ്ങൾ ഇങ്ങനെ പറഞ്ഞ സ്തോത്രം പറഞ്ഞ 2 അന്യഭാഷനകത്ത് കയറ്റി ഇട്ട് നിർത്തി ആമേൻ പറഞ്ഞ് നിർത്തുമ്പോൾ ആശ്വാസം പ്രാർത്ഥിച്ചു. ഞാൻ എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. എനിക്കത് തൃപ്തനല്ല. ഞാൻ പറയും, ഞാൻ മനം കൂടെ ഇരുന്ന് തരാം, ഉത്സവം ഇരുന്നിട്ട് ഇതിന്റെ ഈ ചടങ്ങ് തീർന്നതിന് ശേഷം നീ കിടന്നോ. എനിക്കിഷ്ടം ഞാനിരുന്ന് ദൈവത്തിന്റെ അടുക്കൽ പോകണമെങ്കിൽ ദൈവ സാന്നിധ്യം അനുഭവിക്കാതെ എങ്ങനെയാ ദൈവത്തോട് അടുക്കൽ പോകാൻ പറ്റുന്നേ? ഞാൻ നിങ്ങൾക്ക് ചോദിക്കട്ടെ, ചില ബ്രദറെ, ഞാൻ നിങ്ങളെ കാണുന്നില്ല, ഞാൻ നിങ്ങളെ കാണുന്നില്ല, പക്ഷെ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് പറയാ, എന്താ ചില ബ്രദറോട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെന്റെ വിശ്വാസമാണ്. വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. വിശ്വാസമാണ്, നല്ല കാര്യമാണ്. പക്ഷെ എന്റെ ചോദ്യം അതല്ല. എത്ര പേര് അവനെ അനുഭവിച്ച, അവന്റെ അടുത്തൽ പോയി അവന്റെ സാന്നിധ്യം അനുഭവിച്ചിട്ട് അവനോട് കാര്യം പറയാറുണ്ട്? സ്തോത്രം. അത് എനിക്കിഷ്ടം കുറെ സമയം മിണ്ടാതെ ഇരിക്കുക. ബൈബിൾ പറയുന്നു, മിണ്ടാതിരുന്ന ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. ഞാൻ ആരോടെ പറഞ്ഞു? നമ്മൾ ഈ ആദർശ ചോദിച്ചത് പാസ്റ്റർ എങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്? നിങ്ങൾ വാക്യം വായിച്ചിട്ടുണ്ടല്ലോ, കാത്തിരിക്കുന്നവർ അവർ കഴുകന്മാരെ പോലെ. ഇത് നിങ്ങളെന്നെ പറഞ്ഞത് കാത്തിരിക്കുന്നവർ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ന്യായമായി ചോദിക്കാം, കാത്തിരിക്കാൻ മീൻസ് അതിന് അർത്ഥം എന്താ? വെയിറ്റ് ചെയ്യുക. നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി എങ്ങനെ വെയിറ്റ് ചെയ്യുക? ഡോക്ടറിനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ വെയിറ്റ് ചെയ്യുക. 10 മിനിറ്റ് ഡോക്ടർ പറയും ഒരു പേഷ്യൻ്റ് അകത്തിരിക്കുക. നിങ്ങൾ എങ്ങനെയാണ് വെയിറ്റ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞുതരാം. ഞാൻ എൻ്റെ മൊബൈലുണ്ട്, ആ മൊബൈൽ വേണ്ട, അതെ, ഇതാണ് മൊബൈൽ. നമ്മളെ ഡോക്ടറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. നമ്മളെ ഡോക്ടറിന് വെയിറ്റ് ചെയ്യുന്നത് ഡോക്ടറിനെ വെയിറ്റ് ചെയ്യുന്നുണ്ടറിയാം. വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. എനിക്ക് മുമ്പ് കുറെ സംഭവങ്ങൾ കയറി. അപ്പൊ എന്റെ മനസ്സ് മുഴുവൻ ഇപ്പൊ ഞാൻ ഡോക്ടറിനെ കാണാനാ വന്നിരിക്കുന്ന, പല്ലെടുക്കാനാ വന്നിരിക്കുന്നത്. ഞാൻ ഇന്നിങ്ങനെ തിരിച്ച് വരുമ്പോൾ കൊള്ളാം, ചിക്കൻ ബിരിയാണി. അപ്പൊ എന്റെ മനസ്സ് മുഴുവൻ എവിടെ പോയെന്നറിയാം? ചിക്കൻ ബിരിയാണി. കൂടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ സ്തോത്രം പറഞ്ഞാൽ. എന്റെ മനസ്സിൽ പല്ലാണോ? എന്റെ മനസ്സിൽ ഡോക്ടറാണോ? അല്ല. എന്റെ ചിന്ത മാറി. എന്റെ ചിന്ത ഇപ്പൊ എന്താ? ഇതിലോട്ടായി. പിന്നെ ഇതില്ലാത്തവർ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും, ഡോക്ടറിനെ കാണാൻ നിൽക്കുന്നു. പിന്നെ വേറെ എവിടെയെങ്കിലും ഒരു ചായ കുടിച്ചിട്ട് ഇതിന്റെ പേരെന്താ? കാത്തിരിക്കുന്നു. ഇതിന്റെ പേര് കാത്തിരിപ്പൊന്നല്ല. കാത്തിരിക്കുന്നതിനിടയിൽ നീ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു. സ്തോത്രം. ഇനി കാത്തിരിക്കുന്ന ആള്, ഞാൻ ഹോസ്പിറ്റലിൽ കാത്തിരിക്കുന്നു, പല്ലെടുക്കാൻ വിനോദം ഇരിപ്പുണ്ട്. കേട്ടില്ല, പല്ലെടുക്കാൻ വന്നാലേ മോളെ കാണാൻ പറയുന്നു, പല്ല സംസാരിച്ചോണ്ടിരിക്കും. ഇതിന്റെ പേരും എന്താണ്? കാത്തിരിക്കുക. സ്തോത്രം. എന്റെ പേര് കാത്തിരിപ്പല്ല. ചുമ്മാ കാത്തിരുന്ന ശക്തി കിട്ടുമോ? നിങ്ങൾ ചിന്തിക്കും. ഞാൻ പഠിച്ചിട്ടുള്ള ശക്തി കിട്ടുന്നെങ്കിൽ എന്റെ ശരീരത്തിൽ ഒരു ബലം വ്യാപരിക്കും. എന്തെങ്കിലും ചെയ്താലല്ലേ വല്ലതും വരത്തുള്ളൂ. എടാ ഇവിടെ പറയുന്നത് ചുമ്മാ മിണ്ടാതിരുന്ന ശക്തി പുതിയതില്ല. ഇത് നടക്കുന്നതിന്റെ ശരീരത്തിലല്ല, ഇത് നടക്കുന്നതിന്റെ അകത്ത്.
ഒരു ടെസ്റ്റ് നിങ്ങൾ ട്രെയിൻ ചെയ്ത് നോക്കണേ. വീട്ടിൽ ചെന്നിട്ട് എന്തിനാണെന്ന് അറിയാം, വീട്ടിൽ ചെന്നിട്ട് ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് നല്ലോണം ഉറങ്ങണേ. കാരണം ഇത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ഊക്കം വെച്ച് ഉറങ്ങുന്നത്. പ്രാർത്ഥിക്കാൻ ഇന്ന് ഉറങ്ങുന്നവരെ എനിക്കറിയാം. നല്ലോണം ഉറങ്ങണം. എന്നിട്ട് രാത്രി എഴുന്നേക്കണം. 12 മണിക്കാണ് 1 മണിയൊക്കെ ആകുമ്പോട്ടെ അലാറം ചെയ്യുന്നേക്കണം. സമയം ആരും ശല്യപ്പെടുത്താൻ ഒരു കുരുവി പോലും വിളിക്കത്തില്ല. ഒറ്റ വണ്ടി ഓടുന്ന സമയം കേൾക്കാനില്ല, ആരും ശല്യപ്പെടുത്താനില്ല. ഒറ്റയ്ക്ക് എന്നിട്ട് എന്ത് ചെയ്യണം? മാസം മിണ്ടാതിരിക്കണം. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. എത്ര സമയം ഇരിക്കണം? ഞാൻ പറയുന്നത് മറ്റു പ്രാർത്ഥനയെക്കാട്ടിലും മണിക്കൂറുകൾ നിനക്ക് ഇതിലിരിക്കാൻ പറ്റും. മിണ്ടാതെ ഇരുന്ന് കൊടുക്കാമോ? അപ്പൊ മിണ്ടരുതെന്ന് പറഞ്ഞാൽ ഒന്നും മിണ്ടരുത്, ഒന്നും മിണ്ടിപ്പോരും, മറ്റേ അക്ഷരം മിണ്ടിപ്പോരും. അപ്പൊ നമ്മൾ വായിലൂടെ ഒന്നും പറയത്തില്ല, മനസ്സിലൂടെ പലതും പറയും. മനസ്സിലും പറയും. മിണ്ടരുത്. ദൈവത്തെ മാത്രം ധ്യാനിച്ച്, ദൈവവചനത്തെ മാത്രം ഫോക്കസ് ചെയ്ത് മിണ്ടാതിരുന്നു. എന്താ സംഭവിക്കുന്നറിയാം? ദൈവം നോക്കും, നീ എത്ര നേരം ഇരിക്കുന്നുണ്ടെന്ന് നോക്കും. ഈ തൂങ്ങി അടിക്കുന്നവന്മാരെ ദൈവം പറയും പോയി കണ്ണിൽ കിടക്കുന്നുണ്ട്. അത് നേരെ ഇരിക്കുന്നവരെ ദൈവം പറയും ദൈവം കുറച്ച് കഴിയുമ്പോൾ നോക്കും, എന്നിട്ട് പോകുമോ ഇരിക്കുമോ, പോകുമോ ഇരിക്കുമോ എന്ന്. നമ്മൾ എല്ലാ ദിവസവും പോയിരുന്ന അദ്ദേഹത്തെ എന്തെല്ലാം മുഷിപ്പിക്കുന്നത് നമുക്ക് വല്ല ചിന്തയുണ്ടോ? ഓരോ ദിവസം പറഞ്ഞു എൻ്റെ പൊന്നെ ദൈവത്തിന്റെ കയ്യിലെത്തുന്ന വിഷയങ്ങൾ ഇന്നും വന്നവൻ, ഇന്നും വന്നും ഇന്നലത്തെ പോലെ ബാക്കി പറയാൻ വന്നിരിക്കുകയാണ്. ഇന്നെന്താ നിനക്ക് വ്യത്യസ്തമായി കൊടുക്കാനുള്ളത്? ഞാൻ പറയുന്നത് മിണ്ടാതിരിക്കുക. എന്താ സംഭവിക്കുന്നറിയാം? എനിക്ക് ചെയ്യാത്ത കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല, ചെയ്ത കാര്യമാണ് പറഞ്ഞു തരുന്നത്. മിണ്ടാതിരിക്കുമെന്ന് സംഭവിക്കുന്നറിയോ? അറിയാതെ നിന്റെ അകത്ത് ഒരു ആത്മാവിന്റെ സ്പർശനം ഉണ്ടാകും. ഞാൻ ഗ്യാരണ്ടി പറയാം, ഇതുവരെ പ്രാർത്ഥിച്ചിട്ട് കിട്ടാത്ത ഒന്ന് നിനക്ക് ലഭിക്കാൻ കഴിയും. അതൊരു ചടങ്ങ് പോലെ തോന്നും, പക്ഷെ ഇത് ഒരു ആത്മസാന്നിധ്യം അനുഭവിക്കുന്നത് പോലെ തോന്നും. സ്തോത്രം. അറിയാതെ പെട്ടെന്ന് ആ സാന്നിധ്യം ശരീരത്തിൽ വ്യാപരിക്കപ്പെടാൻ തുടങ്ങും. യഥാർത്ഥത്തിൽ നീ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങും. നമ്മുടെ ആരാധന എന്ന് പറഞ്ഞാൽ എന്താണ്? ആരാധന, ആരാധന, യാഗന ദൈവത്തിനാരാധന. അതുവരെ ആരാധന. പക്ഷെ അബ്രഹാം ആരാധിച്ചു. എങ്ങനെ ആരാധിച്ചു? പുറത്തു വന്ന കമഴ്ന്ന് വീണ് ദൈവത്തെ ആരാധിച്ചു. കമഴ്ന്ന് വീഴുന്നതും ഒരു ആരാധന പോലെയാണ്. അവിടെ ഇരുന്ന് മിണ്ടാതിരിക്കും. അതിനകത്തൊരു ഭയങ്കര ദൈവസാന്നിധ്യം വ്യാപരിക്കും. സത്യത്തിൽ വിട്ടുകൊടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവിടെ ഇന്ന് കരയാൻ തുടങ്ങും. നീ പോലും ചിന്തിക്കും, എന്തിനാ ഞാൻ കരയുന്നു? ഞാൻ വിഷയം പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല, പക്ഷെ ഞാൻ കരയുന്നു. എന്തിനാ കരയുന്നു? അറിയത്തില്ല. അതാ ദൈവിക സ്പർശനം. റോമർ 8:26 പറയുന്നു, സ്തോത്രം, ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ ദൈവാത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. വാക്കുകൾക്ക് അവിടെ പ്രസക്തിയില്ല. അത് 1-2 മിനിറ്റ് അല്ല, അത് അരമണിക്കൂർ പോകും, 3/4 മണിക്കൂർ പോകും, 1 മണിക്കൂർ പോകും. കുറച്ച് കഴിയുമ്പോ പെട്ടെന്ന് സ്പർശനം ഉണ്ടാകും. തീ കത്തുന്നത് പോലെ നീ ആത്മാവിനെ പ്രാപിച്ച വ്യക്തിയാണെങ്കിൽ അവിടെ അന്യഭാഷ പറയാൻ തുടങ്ങും. പക്ഷെ ഇതുവരെ പറയാത്ത അന്യഭാഷയായിരിക്കും അപ്പൊ പറയാൻ പോകുന്നത്. കാരണം ഇത് യഥാർത്ഥത്തിലുള്ള ഒരു പ്രാർത്ഥനയായി മാറിയിരിക്കുകയാണ്. ഞാൻ നേരത്തെ വിഷയങ്ങൾ പറയുകയും ഒരു ചടങ്ങ് പോലെ ഇരിക്കുകയും ചെയ്യുമ്പോൾ ഇപ്പൊ ഞാൻ അതിനല്ല ഇരിക്കുന്നത്, ഇപ്പൊ ഞാൻ സാന്നിധ്യം അനുഭവിക്കാനിരിക്കുന്നത്. സ്തോത്രം. ദൈവാത്മാവ് സ്പർശിക്കുമ്പോൾ യഥാർത്ഥ അന്യഭാഷ പുറത്തു വരാൻ തുടങ്ങും. അത് കഴിയുമ്പോഴാണ് നിങ്ങളുടെ വിഷയങ്ങൾ പറയുന്നത്. നേരം കാണുമെന്ന് എനിക്കറിയത്തില്ല. ഇതെല്ലാം പറഞ്ഞ് ആമയം പറഞ്ഞു വരുമ്പോൾ ഒരു 3 മണിക്കൂർ കഴിയും. പക്ഷെ
നിങ്ങൾക്ക് എന്തെന്നില്ലാത്തൊരു ആനന്ദം അന്നുണ്ടാകും. കാരണം എന്താണെന്നറിയാമോ? നിങ്ങൾ ഇതുവരെ ചെയ്യാത്ത എന്തോ ഒന്ന് നിങ്ങളുടെ അകത്തലത്തിൽ നിങ്ങൾക്ക് നടക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതറിയാൻ പറ്റും. പാപചിന്തകൾ നിങ്ങൾ അലട്ടാൻ വന്നാലും അത് നിങ്ങളെ കീഴടക്കത്തില്ല. കാരണം നിങ്ങൾ നിയന്ത്രിതമായി. സ്തോത്രം പറഞ്ഞാൽ, കരം ഉയർത്തി സ്തോത്രം പറഞ്ഞാൽ. അപ്പൊ ഇതിനെ ട്രെയിൻ ചെയ്യണം. നിങ്ങളുടെ ട്രെയിൻ ചെയ്യണം, നിങ്ങളുടെ കണ്ണുകളെ ട്രെയിൻ ചെയ്യണം, നിങ്ങളുടെ ശരീരത്തെ ട്രെയിൻ ചെയ്തെടുക്കണം, പരിശീലിപ്പിച്ചെടുക്കണം നിങ്ങൾ. സ്തോത്രം, സ്തോത്രം. നമ്മൾ എന്തിനു കൂടുതൽ സമയം ചെലവഴിക്കുന്നു അതായിരിക്കും നമ്മുടെ അകത്തളത്തിൽ കിടക്കുന്നത്. ലൗകിക കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അധികം സമയം ചെലവഴിച്ച ലൗകിക വിഷയം നമ്മുടെ അകത്തളത്തിൽ കയറി വരും. പാട്ടോടിക്കാനും ആവശ്യമില്ലാത്തത് കാണുവാനുമായിട്ടാണ് നമ്മൾ സമയം ചെലവഴിക്കുന്നെങ്കിൽ അതായിരിക്കും നമ്മുടെ മനസ്സ് മുഴുവൻ നിറഞ്ഞു കിടക്കുന്നത്. പക്ഷേ ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി നീ പരിശീലിപ്പിച്ചെടുത്താൽ നിന്റെ അകത്ത് ദൈവികമായ ചിന്തകളുണ്ടാകും. ഞായറാഴ്ച മാത്രമല്ല സ്തുതിക്കുന്നത്, ഭവനപ്രവർത്തനം നടക്കുമ്പോൾ കർത്താവിനെ സ്തുതിക്കുന്നത്. 24 മണിക്കൂർ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങും. നടത്തിൻ്റെ ചിന്തയിലെ ഭാവിയും എല്ലാത്തിലും ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങും. എത്ര പേർക്ക് സന്തോഷമുണ്ട്? കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാണ്. ഒരു പ്രാർത്ഥനാ ജീവിതം അങ്ങനെ ഒന്നും ആരംഭിച്ചു നോക്കിയേ. ഒന്ന്, പരിശുദ്ധാത്മാവിൽ നിറയപ്പെടണം. 2, നിന്റെ കണ്ണുകൾ തുറക്കപ്പെടണം. വരാൻ പോകുന്ന സംഭവത്തെ മുൻകൂട്ടി കാണുക. അതിന് ആത്മാവിന്റെ സഹായത്തോടെ മാത്രമേ പറ്റത്തുള്ളൂ. ഇത്ര ഞാൻ പറയാം. ഇന്ന് രാത്രി വീട്ടിൽ ചെന്നിച്ച് ഇതുപോലെ പ്രാർത്ഥിച്ചു നോക്കണം. എന്നിട്ട് റിസൾട്ട് എന്നോട് പറയണം. വ്യത്യാസം ഉണ്ടോ ഇല്ലയോ എന്ന് പറയണം. സ്തോത്രം. എന്നാ വീട്ടിൽ പോയിട്ട് അവിടെ കറങ്ങി ഇവിടെ കറങ്ങി അത് തിന്ന് ഇത് തിന്ന അങ്ങനെ എല്ലാം സമയം ചെലവഴിച്ച് വെച്ചാൽ സ്തോത്രം രാത്രിയാണോ ഉറക്കം വരുന്നതെന്ന് പറഞ്ഞ് കിടക്കുന്നതല്ല. ഇത്രയും പറഞ്ഞ നിർത്ത ദാവീദ് പറഞ്ഞു, ഞാൻ എന്നെ തന്നെ ഒരുക്കി രാവിലെ നിന്റെ സന്നിധിയിൽ കാത്തിരിക്കുന്നു. ഞാൻ എന്നെ തന്നെ ഒരുക്കുക, എന്നെ ഒരുക്കുക. സ്തോത്രം. ഞാൻ പറഞ്ഞത് ആത്മീയ വിഷയങ്ങളാണ്. ആത്മാവിനെ പരിശീലിപ്പിച്ചെടുത്താൽ ഭൗതിക തലത്തിൽ നിനക്ക് മാറ്റങ്ങൾ ഉണ്ടാകും, നിനക്ക് കാണാൻ പറ്റും.